ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 7. ബ്രഹ്മാവ് നിറഞ്ഞു നിൽക്കുകയാണ് ഈ ദശകത്തിൽ. ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങി സകല ദേവന്മാരും ആയി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഭഗവാന്റെ ആ ചൈതന്യത്തിൻ്റെ അംശം കൊണ്ട് തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണു ശിവനും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭഗവാന്റെ ശക്തി ബ്രഹ്മാവായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ശക്തിയുടെ അംശം ആ ബ്രഹ്മാവിന് രജോ ഗുണം പ്രധാനമായിട്ട് ഉണ്ടായി. കാരണം അതുണ്ടെങ്കിലേ സൃഷ്ടി ചെയ്യാനാവുള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ എവിടെന്നോ ഒരു ശബ്ദം കേട്ടു, തപ തപ എന്ന് പറഞ്ഞിട്ട്. ആ ശബ്ദത്തിൻ്റെ ഉറവിടം തിരഞ്ഞ് ബ്രഹ്മാവ് വളരെ കാലം അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. ഒടുവിൽ 1000 ദിവ്യ സംവത്സരങ്ങൾ തപസ് ചെയ്തു. അതാണ് ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് തൻ്റെ വൈകുണ്ഠ രൂപം കാണിച്ചു കൊടുത്തു. പിന്നെ വൈകുണ്ഠത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാനെ ദർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ ബ്രഹ്മാവിനോട് ഭഗവാൻ സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നു. അത്രയാണ് ഈ ദശകത്തിലെ 10 ശ്ലോകങ്ങളിലായിട്ട് ഉള്ളത്. നമുക്ക് ആദ്യത്തെ ശ്ലോകം പറയാം. ഏവം ദേവ ചതുർദശാത്മജഗത് രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില ത്രൈലോക്യജീവാത്മകം യോ അഭൂത് സ്ഫീതരജോ വികാരവികസത് നാനാസി സൃക്ഷാരസാ. വാക്കുകളുടെ അർത്ഥം നോക്കാം. ഏവം ദേവ ചതുർദശാത്മക. ഏവം ഇപ്രകാരം, മുൻപ് പറഞ്ഞതുപോലെ 14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനായി പ്രത്യക്ഷപ്പെട്ട അല്ലയോ ദേവ ഭഗവാനെ. ചതുർദശ ആത്മജഗത് രൂപേണ ജാത. ഭഗവാൻ ചതുർദശ ലോകങ്ങളായിട്ട് 14 ലോകങ്ങളായി പ്രപഞ്ചം തന്നെ അവിടുത്തെ രൂപമായിട്ട് ജാത ജനിച്ചു, ഉത്ഭവിച്ചു. പുന അതിനുശേഷം തസ്യ ഊർധ്വം ഖലു സത്യലോക നിലയെ. അതിൻ്റെ ഈ 14 ലോകങ്ങളുടെയും ഊർധ്വം, ഏറ്റവും മുകൾ ഭാഗത്ത് സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. ആ സത്യലോകത്ത് ധാതാവായി ജനിച്ചു. ജാതോസി ധാതാ സ്വയം. സ്വയം ഭഗവാന്റെ അംശം തന്നെയാണ് ധാതാ ജാതോസി, ധാതാവായിട്ട് ജനിച്ചത്. ഏവം ദേവ ചതുർദശാത്മജഗത് രൂപേണ ജാത പുനഃ തസ്യ ഊർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖില. ശംസന്തി എന്നാൽ പറയപ്പെടുന്നു. അതിനെ ഹിരണ്യഗർഭൻ എന്നാണ് പേര്. ആദ്യം ഉണ്ടായ ആ ബ്രഹ്മാവിന് ഹിരണ്യഗർഭൻ എന്നു പേരാണ്. അഖില ത്രൈലോക്യ ജീവാത്മകം. ത്രൈലോക്യം എന്ന് പറഞ്ഞാലും ചതുർദശ ലോകം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഭൂമിക്ക് മുകളിലുള്ള 6 ലോകം, ഭൂമിക്ക് താഴെയുള്ള 7 ലോകം. ഏതൊക്കെയാണ് നമ്മൾ വിസ്തരിച്ച് പറഞ്ഞതല്ലേ. അങ്ങനെ ആ വിരാട് പുരുഷൻ്റെ ശിരസിൻ്റെ സ്ഥാനത്തുള്ള സത്യലോകത്തിലെ മറ്റെല്ലാത്തിൻ്റെയും ജീവസ്ഥാനമായിട്ട്, ശിരസ്സായിട്ട് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾക്കായാലും മറ്റെന്തവയവവും മാറ്റിവെച്ചാലും ശിരസ് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ജീവൻ തന്നെയായിട്ടുള്ള സത്യലോകത്ത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞത്. ജീവാത്മകം ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു. യോ അഭൂത് സ്ഫീതരജോ വികാര വികസത്. 3 ഗുണങ്ങളാണല്ലോ ഉള്ളത്, സത്വം, രജസ്, തമസ്. അതിൽ ദേവനായതുകൊണ്ട് സത്വഗുണമുണ്ട്. പിന്നെ രജോ ഗുണം അധികമായിട്ടുണ്ട്. സ്ഫീതം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച രജോ ഗുണം ആണ് ബ്രഹ്മാവിൽ പ്രബലമായിട്ട് നിൽക്കുന്നത്. തമോ ഗുണം തീരെയില്ല. സത്വഗുണവും
രജോ ഗുണം അധികവും ആയിട്ടാണ് ബ്രഹ്മാവിൻ്റെ ഗുണം. അതുകൊണ്ട് തന്നെ തനിക്ക് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട്, സൃഷ്ടി ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ, ഒരു ആത്മാഭിമാനം ബ്രഹ്മാവിനുണ്ടായി. ഈ രജോ ഗുണം വികസിച്ച് നിൽക്കുന്നത് കൊണ്ട്. നാനാസിസൃക്ഷാരസ, അപ്പോൾ ബ്രഹ്മാവ് എന്ത് വിചാരിച്ചു? എനിക്ക് സൃഷ്ടി ചെയ്യണം. സിസൃക്ഷ, സൃഷ്ടി ചെയ്യാനായിട്ട് ബ്രഹ്മാവ് ആഗ്രഹിച്ചു. അത്രയാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ശക്തി ചൈതന്യമായിട്ടുള്ള ആ ഭഗവാൻ ത്രിഗുണങ്ങളോട് കൂടിയിട്ടുള്ള വിരാട് രൂപം സ്വീകരിച്ചു. പ്രപഞ്ചത്തിലെ ഓരോരോ വസ്തുക്കളും ജീവികളും സകല ചരാചരങ്ങളും ആയിട്ട് വിരാട് രൂപത്തിൽ നിറഞ്ഞു നിന്നു. പിന്നെ രജോ ഗുണം കൂടുതലായി സ്വീകരിച്ച് സത്വഗുണം കുറച്ച്, തമോ ഗുണം ഒട്ടും ഇല്ലാത്ത ആ ബ്രഹ്മാവ് എന്ന ഒരു രൂപത്തെ സൃഷ്ടിക്കുകയാണ്. 14 ലോകങ്ങളുടെ രൂപത്തിൽ ജനിച്ചപ്പോൾ ഭഗവാന് 3 ഗുണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എന്തു ചെയ്തു? അതിൻ്റെ ഊർധ്വഭാഗത്ത് ആ 14 ഏറ്റവും മുകളിലുള്ളതായ സത്യലോകത്തിൽ ജാതോസി ധാതാ സ്വയം, ധാതാവായിട്ട് സ്വയം ഭഗവാൻ തന്നെ, ഭഗവാന്റെ അംശം തന്നെയാണ് രൂപമെടുത്തത്. എന്നിട്ട് ഹിരണ്യഗർഭം എന്ന് പേര് പറയുന്നു. ത്രൈലോക്യങ്ങളുടെയും ആത്മാവാണ് ഹിരണ്യഗർഭൻ. ആ ബ്രഹ്മാവ് രജോവികാരം സ്ഫീത വർദ്ധിച്ചിട്ട് നാനാസിസൃക്ഷ, നാനാതരത്തിലുള്ള സൃഷ്ടി നടത്താൻ ആഗ്രഹമുള്ള ആളായി അഭൂത് മാറി, അഭൂത് ഉണ്ടായി. അപ്പോൾ ബ്രഹ്മാവിന് അഭിമാനമുണ്ടായി, എനിക്ക് സൃഷ്ടി നടത്താൻ കഴിവുണ്ട്, ഞാൻ സൃഷ്ടി നടത്തും എന്ന്. അതിന് കാരണം രജോ ഗുണമാണ്. ആദ്യം തന്നെ ദേവ എന്നാണ് വിളിച്ചേക്കുന്നത്. ദേവ എന്നുള്ള ആ പദത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ശോഭിക്കുന്നവൻ, ദിവ്യശക്തികളുള്ളവൻ, ദേവലോകത്ത് വസിക്കുന്നവൻ, പലതരത്തിലുള്ള ക്രീഡകൾ ചെയ്യുന്നവൻ, അങ്ങനെ അതിൽ ക്രീഡ ചെയ്യുന്നവൻ, പല വിധത്തിലുള്ള ലീലകൾ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദേവ എന്ന് വിളിച്ചേക്കുന്നത്. ഭഗവാന്റെ ലീലകൾ ഗുണങ്ങളിലെ വ്യത്യാസമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വിരാട് പുരുഷന് 3 ഗുണമുണ്ട്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള വസ്തുക്കളിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടത് കൊണ്ടാണ് ഈ 3 ഗുണവും സത്വവും രജസ്സും തമസ്സും സ്വീകരിച്ചത്. പിന്നെ ഹിരണ്യഗർഭ മൂർത്തിയായിട്ട് ബ്രഹ്മാവായിട്ടുണ്ടായപ്പോൾ സത്വവും രജസ്സും മാത്രമായി മാറി, രജസ് കൂടുതലായിട്ടുണ്ടായി. ഇനി അതിൻ്റെ അപ്പുറത്ത് വൈകുണ്ഠമൂർത്തിയാവുമ്പോൾ, വിഷ്ണുവായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ സത്വഗുണമാണ് ഉള്ളത്. പിന്നെ എല്ലാത്തിൻ്റെയും ഉപരിയുള്ള ആ ബ്രഹ്മചൈതന്യം, ബ്രഹ്മതത്വമാവുമ്പോഴോ നിർഗുണ ബ്രഹ്മമാണ്. ഒരു ഗുണവും എല്ലാ ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാനായിട്ട് സ്ഥിതി ചെയ്യുന്നു, പരബ്രഹ്മമായിട്ട് അല്ലെങ്കിൽ പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ദേവ എന്ന് പറയുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിൻ്റെ രൂപം പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണ്ണ നിറമാണ്, വെളുത്ത വസ്ത്രമാണ്, സൗമ്യഭാവമാണ്, 4 മുഖങ്ങളുണ്ട്, 4 കൈകളുണ്ട്. കൈകളിൽ അനുഗ്രഹമുദ്ര, ജപമാല, കമണ്ഡലു, ഗ്രന്ഥം ഇതൊക്കെയാണ് ഇരിക്കുന്നത്. ജടയുണ്ട്, ഏകനായിട്ടാണ്, വേറെ യാതൊന്നുമായിട്ട് ബന്ധമില്ല.